നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, താരസംഘടനയായ അമ്മയുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഈ വാർത്ത ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തിച്ചാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ആണ് ഇലക്ഷൻ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം 8-ാം തീയതിയാണ്. എന്ന് വെച്ചാൽ ഇന്ന് പട്ടിക പ്രസിദ്ധീകരിക്കും. അത് അമ്മയുടെ ഓഫീസിൽ തന്നെയാണ്. ഇതിന് അംഗങ്ങളുടെ ഒരു എണ്ണം ഉണ്ട്. എത്ര അംഗങ്ങളാണ്, എത്ര പേരാണ് കൈനീട്ടം വാങ്ങുന്നത്, എത്ര പേർക്ക് മത്സരിക്കാം, ഈ കാര്യങ്ങളാണ് ഞാൻ പ്രഷർ റൂമിലേക്കും അതോടൊപ്പം തന്നെ സിനിമാ പ്രേമികളും അതോടൊപ്പം അമ്മയുടെ ഒരംഗങ്ങളും അറിയുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. എൻ്റെ അറിവിൽ നിലവിലിപ്പോൾ 507 അംഗങ്ങളാണ് മൊത്തമുള്ളത്. കുറേ ആളുകൾ മരിച്ചുപോയി. അങ്ങനെയാണ് 507 അംഗങ്ങളിലേക്ക് പോകുന്നത്. അതിൽ സ്ത്രീകൾ 254, സ്ത്രീകൾ 254, പുരുഷന്മാർ 253. ഒരു സ്ത്രീയാണ് കൂടുതലുള്ളത്. ബലാബലമാണ്. സ്ത്രീകളും പുരുഷന്മാരും ബലാബലമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും. എല്ലാവർക്കും തുല്യ വോട്ടവകാശമുള്ളവർ തന്നെയാണ് കേട്ടോ. സ്ത്രീകൾ 254, പുരുഷന്മാർ 253. അതിൽ കിടപ്പ് രോഗികളെ കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. രോഗത്തിൽ കിടക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. അവർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. കാരണം ഒരു ഭരണസമിതി ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പല ആരോപണങ്ങളോട് കൂടി ഒരു കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രസ്താവന വരികയും പിന്നീട് താൽക്കാലിക കമ്മിറ്റിക്ക് ചുമതല നൽകിയും ആ കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാണ്. അവിടെ കുടുംബസംഗമമൊക്കെ നടത്തി വലിയ രീതിയിൽ മുന്നോട്ട് പോയൊരു സംഘമാണ്. 8 മാസമോളമാണ് ആ സംഘടന പ്രവർത്തനം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ സംഘടനയിൽ നിന്നും കഴിഞ്ഞ ദിവസം ജനറൽ ബോഡി കൂടിയപ്പോൾ മോഹൻലാൽ സ്വയം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു എന്ന് പ്രഖ്യാപനം നടത്തും. മോഹൻലാലിനുണ്ടായ അസ്വസ്ഥത, അത് വലിയൊരു അസ്വസ്ഥതയായിരുന്നു മോഹൻലാലിന്. ഒരിക്കലും ഈ സംഘടന കൂടെ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ അത് ചില എക്സിക്യൂട്ടീവ് മെമ്പർമാർ തന്നെ, എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്നൊരു വ്യക്തി ഈ കമ്മിറ്റി പിരിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തുകയും അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾ രാജിവെക്കില്ല എന്ന് പ്രസ്താവന നടത്തിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്. അത് മോഹൻലാൽ എന്നൊരു വ്യക്തിയെ ഭയങ്കരമായി അസ്വസ്ഥനാക്കിയിരുന്നു. അതിന് യാതൊരു മാറ്റവുമില്ല. ആ അസ്വസ്ഥതയാണ് മോഹൻലാൽ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പ്രകടിപ്പിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത്തരമൊരു 2, 3, 4 പേരുകൾ ഞങ്ങൾ രാജിവെക്കില്ല, മോഹൻലാൽ പറഞ്ഞത് കൊണ്ടാണ് രാജിവെക്കുന്നത് എന്ന് വാർത്ത ഓരോ ചാനലിലും മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചു. അത് അന്ന് ഒരു മോഹൻലാൽ പ്രസിഡൻ്റായിരിക്കുന്ന സംഘടന നമ്മൾ കമ്മിറ്റി പിരിച്ചു കൊടുത്തു, താൽക്കാലിക ഒരു കമ്മിറ്റിയിലേക്ക് പോകുന്നു, 3 മാസം മുമ്പ് ഇലക്ഷൻ നടത്തണമെന്ന് പറയുന്ന നിലയിലേക്ക് പോയപ്പോൾ അത് കൂടെ നിന്നവർ ഒരു തള്ളിപ്പറയുന്ന ഒരവസ്ഥയാണ്. എന്തിനും പഴി കേൾക്കേണ്ട ഒരാളായി മാറി മോഹൻലാൽ അങ്ങനെയുള്ള ഒരാളല്ല. എന്തിനും പഴി കേൾക്കേണ്ട ആളല്ലല്ലോ. അങ്ങനെയാണ് മോഹൻലാൽ ഇത് മാറിയതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് കൃത്യമായ ഒരു വിവരം തന്നെയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ പറഞ്ഞ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ അന്തിമ വോട്ടർ പട്ടിക 17/5/2025 അന്തിമ വോട്ടർ പട്ടിക. പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസങ്ങൾ, കാര്യങ്ങൾ, അത് പ്രസിഡന്റ് സ്ഥാനം, വൈസ് പ്രസിഡന്റ് സ്ഥാനം 2 പേര്, ജോയിൻറ്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ട്രഷറർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ 11 പേര് എന്നിങ്ങനെയാണ്. അതിൽ ഈ തവണ വനിതാ സംവരണത്തിലേക്ക് പോകുന്നത്. കാരണം വനിതാ സംവരണം ഉണ്ടാകും. 4 വനിതകൾ വേണമെന്ന് നിർബന്ധം. വനിതാ സംവരണം അത് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക്, ബാക്കിയെല്ലാം ജനറൽ സ്ഥാനത്തേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 507 മെമ്പർമാർ വരാൻ കഴിയാത്തവരുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനും അപ്പുറത്തേക്ക് നിലവിൽ ഈ താരസംഘടന ചെയ്യുന്ന നല്ല പ്രവർത്തികളുണ്ട്. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവരാണ്. ആ ബോധ്യപ്പെട്ട കാര്യം കൂടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം. അത് താരസംഘടന ഉള്ളവർ തന്നെ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കൈനീട്ടം വാങ്ങുന്നവർ 107 പേരുണ്ട്. കൈനീട്ടം വാങ്ങുന്നവർ 107 പേരുണ്ട്. അത് 5000 രൂപ വെച്ചാണ് കൈനീട്ടം കൊടുക്കുന്നത്. എല്ലാ മാസവും കൃത്യമായി കൈനീട്ടം എത്തിക്കുന്നുണ്ട്. അത് അമ്മ താരസംഘടന പ്രതിസന്ധി വന്നപ്പോഴും ആ കൈനീട്ടം മുടങ്ങാതെ കൊണ്ടുപോകാൻ മോഹൻലാൽ ഏൽപ്പിച്ച അഡ്വോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് സാധിച്ചു എന്നത് എടുത്തു പറയണം. അതോടൊപ്പം തന്നെ സഞ്ജീവനി പദ്ധതി, ജീവൻ രക്ഷാ മരുന്ന്, അത് വാങ്ങുന്നവർ എൻ്റെ അറിവിൽ ഉള്ളത് 56 പേരാണ്. അവർക്ക് കൊടുക്കുന്നത് 10,000 രൂപയുടെ മരുന്നാണ്. ആ സഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന താരസംഘടനയായ അമ്മ കുടുംബസംഗമം നടത്തിയ ആ പണം കൊണ്ടാണ് ആ പദ്ധതി തുടക്കം കുറിച്ചത്. അത് കുടുംബസംഘം നടത്തി നല്ല ലാഭമുണ്ടാക്കി കാണിച്ചുകൊണ്ടാണ് ആ പദ്ധതി തുടങ്ങിയത്. അത് ഒത്തിരി പേർക്ക് ആശ്വാസം വന്നിട്ടുണ്ട്. ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. അത് വലിയ ആശ്വാസമാണ്. അത്തരം ഒരാളുകൾ ഇനി ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാളുകൾ ഉണ്ടാകരുത്. ഇപ്പോൾ അവർ വാങ്ങുന്നുണ്ട്. ഇനി അങ്ങനെ ഒരാളുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 50 പേർക്കാണ് അത് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും 7 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പദ്ധതി. ഇൻഷുറൻസ് 7 ലക്ഷം രൂപയാണ് അമ്മ നൽകുന്നത്. അതെല്ലാം ഈ പൈസയിൽ നിന്നാണ് കൊടുക്കുന്നത്.
അപ്പോൾ താരസംഘടനയിലുള്ളവർ പല ആളുകൾക്കും ഈ കണക്കുകൾ അറിയുമോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും കണക്കുകൾ നോക്കണം. അങ്ങനെ 7 ലക്ഷം രൂപ പദ്ധതിയിൽ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 5000 രൂപ കൈനീട്ടം ഉണ്ടായിരുന്നത് അത് ഈ വർഷം തൊട്ട് വർദ്ധിപ്പിക്കാനൊരു തീരുമാനമുണ്ട്. അതാണ് ഏറ്റവും വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനമുണ്ട്. 7500 ആക്കണം. പുതിയതായിട്ട് 50 പേർക്ക് കൈനീട്ടം നൽകാൻ. ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ജനറൽ ബോഡി സമയത്ത് ഒരു കത്ത് അംഗങ്ങൾക്ക് നൽകിയിരുന്നു. ആ കത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറേ അവർ പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്വപ്ന പദ്ധതി വരെയുണ്ട്. ഈ നിലവിലുണ്ടായിരുന്ന ഭാരവാഹികൾ അംഗങ്ങൾക്ക് അയച്ച കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. 31/5/2025 ചേർന്ന അമ്മയുടെ അഡോക് കമ്മിറ്റി ശ്രീ മോഹൻലാലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നതിൽ പുതിയതായി 50 അർഹരായ അംഗങ്ങൾക്ക് കൂടി കൈനീട്ടം നൽകുവാനും ശാരീരിക അവശത അനുഭവിക്കുന്ന വൃദ്ധരായ അംഗങ്ങൾക്ക് കൈനീട്ടം വർധനവും അനുമതി നൽകി. അത് എക്സിക്യൂട്ടീവ് യോഗം അനുമതി നൽകി. അത് ജനറൽ ബോഡിയിൽ തീരുമാനമാകാനാണ്. പക്ഷെ അന്ന് ജനറൽ ബോഡി കൂടിയില്ല. അത്തരം ഒരു കാര്യം തീരുമാനം അന്ന് കമ്മിറ്റി പിരിച്ചുകൊണ്ട് ഒരു നിലയിലേക്ക് പോയി. അപ്പോൾ ആ ഒരു തീരുമാനം ഉണ്ടായില്ല. വർഷത്തിൽ ഒരു തൊഴിൽ, അത് വലിയൊരു കാര്യമാണ്. വർഷത്തിൽ ഒരു തൊഴിൽ എന്നുവെച്ചാൽ പല ആളുകൾക്കും അഭിനയിക്കാൻ കഴിവുള്ളവരുണ്ട്, പക്ഷെ അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. അതിനൊരു പദ്ധതി അവർ കൊണ്ട് വർഷത്തിൽ ഒരു തൊഴിൽ എന്നത് സംഘടന മുഖേന അംഗങ്ങളുടെ അവകാശമാക്കി മാറ്റാൻ തീരുമാനമായിരുന്നു. അതിനും മുന്നോടിയായി എന്നോണം അംഗങ്ങളുടെ നിലവിലെ ഫോട്ടോയും അവർ അഭിനയിച്ച സിനിമയിലെ വീഡിയോയും ഉൾപ്പെടുത്തി ബയോഡാറ്റ നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താനും പ്രാരംഭ നടപടി ആരംഭിക്കുവാനും ഭാവിയിൽ സംവിധായകനോ നിർമ്മാതാവിനോ എഴുത്തുകാരനോ കൺട്രോളർമാർക്കോ ഒരു കഥാപാത്രത്തിന് ആവശ്യം വരുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫെബ്കയുടെയും നിർമ്മാതാക്കളുടെയും സംഘടനയും കഴിയുന്നതും ഈ ലിസ്റ്റ് തിരഞ്ഞെടുക്കണമെന്നും അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. വലിയൊരു സംഘടനയുടെ ഏറ്റവും വലിയ മഹത്തരം. എത്രയേ പേര് വീട്ടിലിരിക്കുന്നു, കഴിവുള്ള നടിമാരുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇന്ന ആളെ മതി എന്ന് വാശി പിടിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും ഒരു തൊഴിൽ എന്നൊരു സ്വപ്നം നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു ഗ്രാമം, അതാണ് ഒരു ഗ്രാമം എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. പ്രായം ചെന്നവർക്ക് ഒരു ഗ്രാമം എന്നൊരു സ്വപ്നം, അത് ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചാണ്. ആ ഒരു ഗ്രാമം എന്ന സ്വപ്നം നടപ്പിലാക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഗ്രാമത്തിൽ കിടക്കാൻ ഒരു ഭാഗ്യമാർക്കും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പദ്ധതി, അത്തരം നല്ല പദ്ധതികൾ ചെയ്തു വന്ന ഒരു നിലവിലെ കമ്മിറ്റി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ പറയാനുള്ളത് ഇനി ഇലക്ഷനിലേക്കാണ് പോകുന്നത്. ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ ഒത്തിരി ആളുകൾ റെഡിയായിട്ടുണ്ട്. ഉള്ളത് സത്യമായിട്ട് പറയാം, പല ആളുകളെയും ഞാൻ ബന്ധപ്പെട്ടപ്പോൾ മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒത്തിരി ആളുകൾ, മത്സരിക്കാൻ റെഡിയാകുന്നവരുണ്ട്. പക്ഷെ മത്സരിച്ചാൽ വിജയിക്കാൻ റെഡിയാകുന്നവർ കുറവായിരിക്കാം. പക്ഷെ മത്സരിച്ചാൽ വിജയിക്കണം. ആ വോട്ട് ചെയ്യുമ്പോൾ പല വാഗ്ദാനങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ വിളിച്ചിട്ടാണോ ഇത്രയും ഒരു സംഭവങ്ങൾ എനിക്കുണ്ടാകുക. പല വാഗ്ദാനങ്ങളും നൽകുന്ന നിരവധി ആളുകളുണ്ട്. ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കലാണ് കഴിവ്. ആ നടപ്പിലാക്കാനാണ് നേരത്തെ ഭരണസമിതി കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച്. ആ ഭരണസമിതി നല്ല പ്രവൃത്തി വെച്ചു. പക്ഷേ ലാലേട്ടൻ എന്തൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും പിന്മാറിയേ പറ്റൂ. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പം പല വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ നമ്മൾ പോയി ആലോചിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തിയാൽ അത് ഞാൻ പറയുന്നു ആർക്കും മത്സരിക്കാം. അർഹതപ്പെട്ടവർക്ക് വോട്ട് നൽകും. അർഹതപ്പെട്ടവർക്ക് വോട്ട്, അതാരായിരിക്കോട്ടെ, എസ് ഓർ വൈ, അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്താൽ താരസംഘടന, നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചോദിക്കും, തമിഴിൽ ചോദിക്കും, അങ്ങ് ആറ് അമ്മ പ്രസിഡന്റ്. അപ്പോൾ പറയാനൊരു പേര് മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി, ഇങ്ങനെയൊക്കെ പേര് പറയാനുണ്ട്. ഇനി വരുന്നവരുടെയും അത്രമൊരു പേരറിയുന്നവർ വരണം. അമ്മ സംഘടനയിൽ ഒരു ഇവൻ്റ് നടത്തുമ്പോൾ ഒരു തൂണുകളായി നിൽക്കുന്ന 3-4 പേരാ. മമ്മൂക്കായും ലാലേട്ടും സുരേഷ് ഗോപി ചേട്ടനും, അങ്ങനെ എടുത്തു പറയാവുന്ന 3-4 പേരാണ്. അതാണ് അമ്മയുടെ തൂണുകൾ. ആ തൂണുകൾ അമ്മയുടെ തലപ്പത്തില്ലെങ്കിൽ അമ്മയുടെ പോക്ക് എവിടെയാണ് എന്ന് സംശയിക്കേണ്ടതായി വരും. പല നിരവധി ആളുകളെ ഇലക്ഷൻ നിർത്താൻ വേണ്ടി പദ്ധതി ഇട്ടുന്നുണ്ട്. പല ആളുകളുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. പല ആളുകളും വ്യക്തിപരമായി നിൽക്കുന്നുണ്ട്. സ്ത്രീകൾ മത്സരിക്കാൻ മുന്നിട്ട് വരുന്നുണ്ട്. ആ സ്ത്രീകൾ മത്സരിക്കുമ്പോൾ ഒരു കാര്യമുള്ളൂ, സ്ത്രീകൾ മത്സരരംഗത്ത് വരുമ്പോൾ 10-15 വർഷക്കാലം എക്സിക്യൂട്ടീവ് ഇരുന്നവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ മാറിപ്പോയിട്ട് ഇപ്പോൾ മത്സരരംഗത്തേക്ക് വരാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. അന്ന് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയോ എന്ന് തീർച്ചയായിട്ടും വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ ആലോചിക്കേണ്ടതായി വരും. അന്നും ഞാൻ മാധ്യമ മേഖലയിൽ നിന്ന് വാർത്ത ചെയ്തതാണ്. പല സംഭവങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്നവർ അവർ അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വേണം വോട്ട് ചെയ്യാൻ. സ്ത്രീകൾ വരണം, സ്ത്രീകൾ മെയിൻ സ്ഥാനത്ത് തന്നെ വരണം എന്ന് കൃത്യമായി തന്നെ ഞാൻ അക്കമിട്ട് പറയും. പക്ഷേ മത്സരിക്കുന്നവർക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് മാത്രം ഞാൻ
ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അനുന്തൂണുകളായി 3-4 പേരുണ്ട്. അവരില്ലെങ്കിൽ ഈ അമ്മ സംഘടന കുതിക്കുമോ അതോ കിതയ്ക്കുമോ? ഇതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.